നമസ്കാരം. പഴയ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനിസത്തിന് വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം നിരസിക്കേണ്ടി വന്ന ഡോക്ടർ ഷിവാഗോ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ബോറിസ് പാസ്റ്റർനാക്കിനെ കുറിച്ച് കേട്ടിരിക്കും. ഡോക്ടർ ഷിവാഗോ എന്നുള്ള ഗ്രന്ഥം അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് 1956 ഒരു വാരിക മടക്കി അയച്ചു. അതുമാത്രമല്ല, അതിൽ രാജ്യദ്രോഹത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1957 ഈ ഡോക്ടർ ഷിവാഗോ എന്നുള്ള ഗ്രന്ഥം ഇറ്റാലിയൻ ഭാഷയിൽ ഒരു ഇറ്റാലിയൻ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന് 11 പതിപ്പുകളും പുറത്തിറങ്ങി. അത് വളരെ പ്രചാരം നേടി. ഹിന്ദിയിൽ ഉൾപ്പെടെ അതിൻ്റെ പതിപ്പുകൾ ഇറങ്ങി എന്നുള്ളതാണ് സത്യം. 1958 അതിന് നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ റഷ്യൻ ഭരണകൂടം, അന്നത്തെ സോവിയറ്റ് ഭരണകൂടം കലിപൂണ്ടു. നൊബേൽ സമ്മാനം വാങ്ങാൻ പാടില്ല എന്ന വിധത്തിലുള്ള നിലപാടെടുത്തു. പ്രവത എന്ന ഔദ്യോഗിക പത്രത്തിലൂടെ നിരന്തരമായി പാസ്റ്റർനാക്കിനെതിരെ ലേഖനങ്ങൾ വന്നു. പാസ്റ്റർനാക്കിനെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്താക്കണം എന്നുവരെയുള്ള പ്രമേയങ്ങൾ അവിടെ പാസ്സാക്കപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കി പാസ്റ്റർനാക്ക് അന്നത്തെ ഭരണാധികാരിയായ ക്രൂഷ്ചേവിന് ഒരു കത്തെഴുതി, രാജ്യത്ത് നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ്. തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം താൻ നിരസിക്കുന്നതായി സ്വീഡിഷ് അക്കാഡമിയെ ഒരു സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തനിക്കെതിരെ കടുത്ത നടപടികളൊന്നും സ്വീകരിക്കരുത് എന്നുള്ള അഭ്യർത്ഥന നടത്തി. കാലം മാറി. ഇതിനിടയിൽ പാസ്റ്റർനാക്ക് അന്തരിച്ചു. സോവിയറ്റ് യൂണിയനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് നമ്മൾ കണ്ടത്. കാലം മാറി, ഗതി മാറി, പ്രത്യയശാസ്ത്രങ്ങൾ മാറി. 1956 പ്രസിദ്ധീകരണ യോഗ്യമല്ല ഡോക്ടർ ഷിവാഗോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ച അതേ വാരിക തന്നെ, നോവിമീർ എന്ന് പറയുന്ന വാരിക 1988 ഡോക്ടർ ഷിവാഗോ പ്രസിദ്ധീകരിച്ചു. പാസ്റ്റർനാക്കിന്റെ മകൻ യേവ്ജനി സ്വീഡിഷ് അക്കാഡമിയിൽ നിന്നും തൻ്റെ പിതാവിന് ലഭിച്ച നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങി. മാത്രമല്ല 2003 മുതൽ ഡോക്ടർ ഷിവാഗോ റഷ്യൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ചരിത്രം മാറി, പ്രത്യയശാസ്ത്രങ്ങൾ മാറി. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല.